إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മിൻ ദുറൂസിൽ ഹിജ്റ, ഹിജ്റയുടെ പാഠങ്ങളിൽപ്പെട്ടതാണ് ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, നീ ദുഃഖിക്കേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 40-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇത്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ ആരും അദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിലും ശരി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ ഒരാളും തന്നെ ഇല്ലായിരുന്നുവെങ്കിലും ശരി, ഫഖദ് നസറഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ സഹായം ഏറ്റെടുത്തിരിക്കുന്നത്, സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇത്നൈൻ, രണ്ടുപേരിൽ ഒരാളായി സത്യനിഷേധികളായ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയ സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭം ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അദ്ദേഹം തൻ്റെ ഉറ്റ മിത്രത്തോടൊപ്പം, ഉറ്റ കൂട്ടുകാരനോടൊപ്പം ആ ഗുഹയിൽ കഴിയുന്ന വേളയിൽ അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ ആ വാക്ക്, അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറയുകയുണ്ടായി, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഒരിക്കലും തന്നെ നീ ദുഃഖിക്കേണ്ടതില്ല അബൂബക്കർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട്, അതുകൊണ്ട് നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ പ്രതിഫലം എന്താണ്? ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സമാധാനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വർഷിച്ചു നൽകി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കീനത്ത് നൽകി, സമാധാനവും ശാന്തിയും നൽകി. ഭയത്തിൻ്റെ ഒരു തരിമ്പ് പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നില്ല. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങളാരും തന്നെ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾക്കാർക്കും തന്നെ കാണാൻ സാധിക്കാത്ത ചില സൈന്യത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ, അതുപോലെ തന്നെ സത്യനിഷേധികളായ ആളുകളെ, അവരുടെ വചനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യമാക്കി കളഞ്ഞു. സത്യനിഷേധികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യരാക്കി. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അല്ലാഹുവിൻ്റെ വചനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും ചെയ്തു. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു അങ്ങേയറ്റം പ്രതാപവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം യുക്തിശാലിയാണ്. ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മുഴുവൻ സഹായവും അത് ഏറ്റെടുത്തിരിക്കുന്നു. قال الإمام أبو جعفر رحمه الله: وهذا إعلام من الله أصحاب رسوله صلى الله عليه وسلم أنه المتكفل وأنه المتوكل بنصر رسوله على أعداء دينه وإظهاره عليهم دونهم أعانوه أو لم يعينوه. ഇമാം അബൂ ജഅഫർ പറയുകയാണ്, ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബാക്കൾക്ക് സ്പഷ്ടമായി അറിയിച്ചു കൊടുക്കുകയാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ സംരക്ഷണവും മുഴുവൻ സഹായവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹുവിൻ്റെ ദീനിനെ അവൻ പ്രകടമാക്കുമെന്നും അല്ലാഹുവിൻ്റെ ദീനിനെ അവൻ ഉയർത്തുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. മാത്രമല്ല, അല്ലാഹുവിൻ്റെ റസൂലിനെ ആര് സഹായിച്ചാലും ശരി, ആര് സഹായിച്ചില്ലെങ്കിലും ശരി, അല്ലാഹുവിൻ്റെ ദീനിനെ അല്ലാഹു ഉയർത്തുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകേണ്ട സഹായം അല്ലാഹു നൽകുക തന്നെ ചെയ്യും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയെ അവൻ പിൻപറ്റുന്നുണ്ടെങ്കിൽ അത് അവന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവൻ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അവന് വേണ്ടിയാണ്. നാളെ അല്ലാഹുവിൻ്റെ പക്കൽ സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ്. ഒരാളും സഹായിച്ചില്ലെങ്കിലും അല്ലാഹുവിൻ്റെ ദീൻ നിലനിൽക്കുക തന്നെ ചെയ്യും. ഒരാളുടെയും സഹായമില്ലെങ്കിലും അല്ലാഹുവിൻ്റെ ദീനിനെ അവൻ ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു أن أبا بكر رضي الله عنه حدثهم قال: بين أنا مع رسول الله صلى الله عليه وسلم في الغار وأقدام المشركين فوق رؤوسنا فقلت يا رسول الله لو أن أحدهم رفع قدمه أبصرنا فقال يا أبا بكر ما ظنك باثنين والله ثالثهما فقال يا أبا بكر ما ظنك باثنين والله ثالثهما. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സൗർ ഗുഹയിൽ ഞാൻ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ അവിടെ വെച്ച് വഅഖ്ദാമുൽ മുശ്രിക്കീന ഫൗഖ റൂസിന, മുശ്രിക്കീങ്ങളുടെ കാലുകൾ ഞങ്ങളുടെ തലക്ക് മുകളിലാണ്. ഒന്നവരുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് അവർ നോക്കുകയാണെങ്കിൽ ഞങ്ങളെ അവർ കാണും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭയം കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും റഫഅ ഖദമഹു അബ്സറന, അല്ലാഹുവിൻ്റെ റസൂലേ, അവരുടെ ആ കാലൊന്ന്, അവർ അവിടെ നിന്നിരിക്കുന്ന ആ കാലൊന്ന് ഉയർത്തി താഴോട്ട് അവർ നോക്കിയാൽ നമ്മെ അവർ കാണുമല്ലോ റസൂലേ, ഇനി എന്തുണ്ട് മാർഗമെന്ന് ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഫഖാൽ യാ അബാ ബക്കർ, അബൂബക്കർ നിനക്കെന്ത് പറ്റി? യാ അബാ ബക്കർ മാ ظنك باثنين والله ثالثهما, അബൂബക്കർ നീ എന്താണ് കരുതിയത്? രണ്ടുപേർ, ആ രണ്ടുപേരിൽ അവരിൽ മൂന്നാമനായി അല്ലാഹുവാണ് ഉള്ളതെന്നിരിക്കെ, അല്ലാഹുവിൻ്റെ സഹായം നമ്മോടൊപ്പം ഉണ്ടെന്നിരിക്കെ, അബൂബക്കർ നിനക്കെന്തു പറ്റി? നീ എന്തിനെയാണ് ഭയക്കുന്നത്? അബൂബക്കർ
നീ എന്തിനു ഭയക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സന്ദർഭത്തെയാണ് സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സത്യവിശ്വാസികൾക്കും ഖിയാമത്ത് നാൾ വരേക്കും എന്ത് പ്രതിസന്ധിയുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു വചനം അവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട്. അങ്ങനെ അല്ലാഹു ഉണ്ട് എന്നുള്ള ആ ദൃഢനിശ്ചയം അതവൻ്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള സക്കീനത്ത് അവന് ലഭിക്കും, സമാധാനം അവന് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അറിയാത്ത മാർഗങ്ങളിലൂടെ അവനെ സഹായിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഖ്ബറനി അംറു ഇബ്നുൽ ഹാരിസ് അൻ അബീഹി അന്ന അബാ ബക്രിൻ അസ്-സിദ്ദീഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി വറദിയ അൻഹു ഹീന ഖതബ ഖാൽ അയ്യുക്കും യഖറ സൂറത്തു തൗബ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തി. ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് എനിക്ക് സൂറത്തു തൗബയൊന്ന് പാരായണം ചെയ്തു തരുക? ഖാല റജുലുൻ അന യാ അമീറൽ മുഅ്മിനീൻ. അങ്ങനെ അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ താങ്കൾക്ക് വേണ്ടി പാരായണം ചെയ്തു കേൾപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇഖ്റ. ഫലമ്മാ ബലഗ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ബക അബൂ ബക്ർ റളിയല്ലാഹു അൻഹു വഖാൽ വല്ലാഹി അന സാഹിബുഹു യൗമഇദിൻ. ഈ വചനമെത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. തൻ്റെ കൂട്ടുകാരനോട് അല്ലാഹു നമ്മോടൊപ്പമുണ്ട്, നീ സങ്കടപ്പെടേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള വചനമിറങ്ങിയത്, ആ വചനം പാരായണം ചെയ്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, അന സാഹിബുഹു യൗമഇദിൻ. അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടെയുണ്ടായിരുന്ന ആ സാഹിബ് ഞാനായിരുന്നുവെന്ന് അദ്ദേഹം അഭിമാനത്തോടുകൂടി പറയുകയും കരയുകയും ചെയ്ത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഹിനു, നിങ്ങൾ ദുർബലരാകരുത്, ദൗർബല്യമുള്ളവരാണ് എന്ന് ധരിക്കരുത്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. പ്രയാസങ്ങൾ, പ്രതിസന്ധികളെല്ലാം അമ്പിയാക്കളെല്ലാം നേരിട്ടിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിർണയിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക, ആ സുന്നത്തിൻ്റെ വാഹകരാകുക, സംരക്ഷകരാകുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാകുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്, ഓരോ മുഅ്മിനിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൽ പകർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു തന്ന പാഠങ്ങൾ അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. ഒരിക്കലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആ കാര്യം അവൻ മറന്നു പോകാൻ പാടില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒരിക്കലും നീ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു അടിസ്ഥാന തത്വം ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും അവന് പ്രതിസന്ധിയായി അനുഭവപ്പെടുകയില്ല. ഇത് ഹിജ്റയുടെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നമ്മൾ കൊണ്ടു നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും
മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വഅഖിമിസ് സ്വലാത്ത്.